ആ സതീശ, ഓ എൻ്റെ സതീശ, അങ്ങനെ ഇരുന്നിരുന്ന് കച്ചവടം നടന്നിടേ. ഏ ഏ ആ ഇല്ല ഇല്ല, എഴുതി പ്രമാണം എഴുതി. ഓ അത് തന്നെ ഞാൻ വിചാരിച്ചത് നടക്കൂലെന്ന്. അങ്ങനെ സെറ്റായി. ഓ കമ്മീഷൻ ഇല്ല, ഇല്ല ഞാൻ അവരെ നിന്ന് കമ്മീഷൻ വാങ്ങിച്ചില്ല. തരകൻ സാർ എന്തെങ്കിലും തരും. സാറിൻ്റെ മുതൽ സാറ് നമ്മളാളല്ലേ, സാർ എനിക്ക് മാന്യമായിട്ട് എന്തെങ്കിലും തരും. അവരെ നീ വേണേൽ എന്തെങ്കിലും വാങ്ങിച്ചോടാ. എനിക്ക് അവരെയൊന്നും വേണ്ട, പാവങ്ങളാ. ഓ എനിക്ക് തരകൻ സാറൊരു മാന്യമായിട്ടൊരു 10-35 രൂപ തരും. ഓ ഞാൻ ഓണം എങ്ങനെ ആഘോഷിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം കർത്താവായിട്ട് കൊണ്ടുവന്നായിരുന്നു. ഓ നമുക്ക് അടുത്ത കൊട്ടേഷൻ നമുക്ക് കയറ്റി വെച്ച് ചെയ്യടേ, നീ പേടിക്കണ്ട. നിന്നെ കൂടെ ഞാൻ പരിഗണിച്ചോളാം. നീ പിടി, അടുത്തതായാലും നല്ല കൊട്ടേഷൻ പിടി. ഇതിപ്പോൾ ചെറുതല്ലേ. ഓ ശരിടാ. ഓക്കെ മോനെ ശരിടാ. ഇപ്പം എങ്ങനെയുണ്ടടി? അതെയാ, കുഴപ്പമില്ല അല്ലേ? അല്ല എന്തായാലും നീ പോയതല്ലേ, 2 ദിവസം അവിടെ നിന്നോ. പക്ഷെ ഉത്രാടത്തിന് നീ ഇവിടെ എത്തണം. പ്രാവശ്യത്തെ ഓണം കുട്ടികളുടെ കൂടെ ഇവിടെ അടിച്ചു പൊളിക്കാനാണ് തീരുമാനം. ശരി. അതെ, അമ്മായി ഉത്രാടത്തിന് വരാന്ന്. അപ്പൊ നമ്മൾ എപ്പോഴാ ഡ്രസ് എടുക്കാനൊക്കെ എപ്പോഴാ നമുക്ക് എടുക്കാലോ. സാരിയല്ല അമ്മായിക്ക്. പക്ഷെ അതല്ല, അവൾക്ക് ഈ പൂവിടണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലത്തെ കഥയൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ശരിക്കും ആരുടെ വീട്ടിലും 10 ദിവസം ഒന്നും അത്തപ്പൂക്കളം ഇടാറില്ല. ആരാ പറയണ്? എന്ത്, പിള്ളേരുള്ള വീട്ടിൽ മാത്രമേ ഇടുവുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ തിരുവോണത്തിന് ഇടുവുള്ളൂ. അത്തം തൊട്ട് പൂക്കളിടും ശരിക്കും. അങ്ങനെയാണ്. ഇവിടെ ഇച്ചിരി ആർഭാട്. എത്രയും പൈസ മുടക്കി ഇങ്ങനെ 10 ദിവസം ഒന്നും ഇടേണ്ട കാര്യം. കൊല്ലം അങ്ങനെയല്ലല്ലോ, എല്ലാ കൊല്ലത്തേക്കാൾ ഗംഭീര. പിന്നെ വെറുതെ പൂ മേടിച്ച് വൈകുന്നേരം അടിച്ചാരി കളയാനുള്ളതാ. എന്റെ സ്കൂളിൽ അവിടെ അയച്ചൊന്നും ഇപ്പോഴത്തെ കുറെ പൂക്കളാലോചിക്കാണ്. പൊന്നേച്ചി ഇപ്പൊ തന്നെ അയച്ചേക്കാം. ഹോയ് ഇതാരാണ്? എന്താണ് അത്ര സന്തോഷം? എവിടെ നമ്മുടെ മൈസൂർ പാക്ക്? എവിടെ മൈസൂർ പാക്കോ? എന്റെ അമ്മായി എവിടെയെന്ന്? അമ്മായി മൈസൂർ പാക്കിന്റെ ആളാണ്. എറണാകുളത്ത് പോയി. എറണാകുളത്താ? അമ്മായിയുടെ ചേച്ചിക്ക് സുഖമില്ലാന്ന് ക്ലീറ്റോ. അയ്യോ, അതെന്ത് പരിപാടി അമ്മായി? ഓണം നമ്മളെല്ലാരും കൂടി ഇവിടെ ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട് അമ്മായി അങ്ങ് പോയാൽ പിന്നെ അങ്ങനെ കാര്യങ്ങൾ ശരിയാവും. ഉത്രാടത്തിന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മാവ ഉത്രാടത്തിന് വരണം, വന്നില്ലെങ്കിൽ എന്റെ എന്തായാലും വരും. വന്ന് പ്രാവശ്യം ഓണം നമ്മൾ അടിച്ചു പൊളിക്കും. നമ്മുടെ ആദ്യത്തെ ഓണമാണ്. നമ്മൾ എന്ന് പോയി ഡ്രസ് എടുക്കും? അതാണ് അല്ലേ ഡ്രസ്. അല്ല അതിപ്പോ അവളെ നോക്കണ്ടെന്നേ, കനകന്റെ സൗകര്യം അനുസരിച്ച് നമുക്ക് പോയിട്ട് എപ്പോഴാച്ചെടുക്കാം. എനിക്ക് നല്ല സാരി വേണം. എന്ത് വേണമെങ്കിൽ മേടിച്ചു തരും. എല്ലാവർക്കും ഇപ്രാവശ്യത്തെ ഓണത്തിന്റെ ചെലവ് മുഴുവൻ എന്റെ വകയാണ്. ഹലോ, അത് വേണ്ട. നിങ്ങളിപ്പോ കുടുംബക്കാരനാണ്, പഴയ പോലെ അല്ല. ഇപ്പം ഞങ്ങളുടെ അതിഥിയാണ് ഈ ഓണത്തിന്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ വന്നെങ്കിൽ ഞങ്ങളുടെ ആ സന്തോഷത്തിൽ പങ്കുചേരുക. ചിലവെല്ലാം ഇപ്രാവശ്യം ക്ലീറ്റോടെ വരും. അതൊന്നും വേണ്ട. എടാ, നിങ്ങളുടെ അമ്മായി പ്രത്യേകം പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് 10 പൈസ ചെലവാക്കിക്കരുതെന്ന്. അതെ, ഒരു കാര്യം ചെയ്യ്, ഞാൻ ചെലവാക്കിക്കോളാം. അമ്മാവൻ പറഞ്ഞോ, അമ്മായി എടുത്ത് അമ്മാവനാണ് ചെലവാക്കിയത്. ക്രെഡിറ്റ് ഇരുന്നോട്ടെ. പഴയ സാരി ഉടുക്കേണ്ടി വരുമോ? മരടി അതങ്ങ് പണ്ട് നല്ലൊരു ഉഗ്രൻ. അല്ലേ, അവന്റെ ഒരു ആഗ്രഹമല്ലേ, അവൻ പറഞ്ഞു തീർക്കട്ടെ. അതെല്ലാ കൊല്ലം ഞാൻ നിങ്ങൾ ഇത് ഞാൻ പറയാം, ഇത് പറയണില്ല. ഞാൻ നിങ്ങൾക്ക് സർപ്രൈസ് തരും. നിങ്ങൾ മര്യാദയ്ക്ക് നിങ്ങളെല്ലാവരും കൂടെ എന്നാ ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്യുക, എടുക്കാൻ പോകും, കടയിലോട്ട് വരിക, എന്നെ അറിയിക്കുക. ഞാൻ അവിടെ നിന്ന് ബില്ല് പേ ചെയ്യും. പ്രശ്നം തീരുന്നുണ്ട്. ഏത് നല്ല ദിവസം ഉണ്ടായാലും ക്ലീറ്റ് ഇത് ഇങ്ങനെയൊക്കെ പറയാൻ അവസാനം ഇട്ട് മുടക്കും. എപ്പോഴും ഞങ്ങൾക്ക് സർപ്രൈസ് തരാന്ന് പറയും. ഇപ്പൊ അങ്ങോട്ട് സംസാരിച്ച് വെച്ചതേ ഉള്ളൂ. പൈസ ഇനി തന്നാ മതി. അതിന്റെ ആളിവിടെ ഇല്ല, അതേ ഉള്ളു പ്രശ്നം. ഓ ശരി, തർക്കിക്കണ്ട. അവന്റെ വകന്റെ ആവട്ടെ, കാര്യം നടന്നാ മതിയല്ലോ. ഞങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും സാരി കിട്ടിയാൽ മതി അല്ലേ? ആൾക്ക് ഈ 2 സാരി വെച്ചാൽ ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ ഹലോ മിസ്റ്റർ ഗിരിരാജൻ, വേണ്ട. കല്യാണം കഴിയുമ്പോൾ ആളങ്ങ് ഒരുപാട് മാറിപ്പോയി കള്ള. അപ്പൊ എന്നാണ് നമ്മൾ എടുക്കാൻ പോണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ? വാ. ഈ കച്ചവടം ഇപ്പം നടന്ന കച്ചവടത്തിന് 10-35,000 രൂപ. തരകൻ സാറ് ബാംഗ്ലൂരാണ്. സാറ് വന്നു കഴിഞ്ഞാൽ പൈസ ഇവിടെ കിട്ടുള്ളൂ. ഒരു 2 ദിവസത്തെ സാവകാശം. പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഓണത്തിന് ഈ പ്രാവശ്യം എല്ലാവരെയും കംപ്ലീറ്റ് ആൾക്കാർക്കും പറയുന്നത് ആ 35,000 രൂപ അങ്ങനെ തീർക്കാൻ പോവാ. എന്ത്
എടി പൈസ എടുത്ത് വെച്ചോട്ടോ ക്ലീറ്റോ, അതേ ആവശ്യങ്ങൾ വരികയാണ്. വല്ലപ്പോഴും ആണ്ടിനും കൊല്ലത്തിനും ഒരു കച്ചവടം നടക്കും. ഡ്രസ്സൊന്നും എടുക്കണ്ട, മുത്തിനൊരു ഡ്രസ്സ്, അമ്മയ്ക്കൊരു സെറ്റുമുണ്ടും, അത് മതി. പറയട്ടാ, 3 കച്ചവടം വേറെ സെറ്റാക്കി വെച്ചൊക്കെയാണ്. അതൊക്കെ നടന്നു കഴിഞ്ഞോണ്ടല്ലേ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരു ഉത്സവം തന്നെ നടന്നു ഞാൻ. നിൻ്റെ ആങ്ങളെ പോലെ ഇങ്ങനെ ചിലവാക്കിയിട്ട് എൻ്റെ കണക്ക് പറയുന്ന ആളല്ല ക്ലീറ്റോ. ക്ലീറ്റോ കാശ് വന്നാൽ കാശ് ചിലവാക്കാനുള്ളതാണടി. കുറച്ച് ലുബ്ധിച്ചാലേ ക്ലീറ്റോ കാര്യങ്ങൾ നടക്കുള്ളൂ. നീ ഇതോർത്ത് വിഷമിക്കട്ടെ, ഇതിപ്പോൾ അവനായാലും അവളായാലും ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കും. അതിലൊന്നും എനിക്ക് ടെൻഷനില്ല. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഓണം ഞാനങ്ങ് പൊളിക്കും. നമുക്ക് ഇത്തവണ ഓണത്തിന് മേടിക്കുമ്പോൾ അങ്ങനെയുള്ള സാധനം മേടിക്കണം, നല്ല പ്യുവർ ആയിട്ടുള്ള സാധനം. ചീര എന്തായാലും അമ്മാവിൻ്റെ തോട്ടത്തിൽ മേടിക്കാം. അവിടെ ഉണ്ട്. അവിടെ ഉണ്ടല്ലോ. ബാക്കി സാധനങ്ങളെല്ലാം പച്ചക്കറി ഐറ്റങ്ങൾ എല്ലാം ഓർഗാനിക് മതി നമുക്ക്. വില കൂടുതലായിരിക്കും, എന്നാലും കുഴപ്പമില്ല. അത് മേടിക്കുക. പിന്നെ പലചരക്കട സാധനങ്ങൾ മേടിക്കുക. എന്തൊക്കെ മേടിക്കണം എന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം നമ്മൾ. അത് ഞാനും ചേച്ചിയും കൂടെ എഴുതിക്കോളാം. അത് മറന്നു പോരുത്. കാരണം ഇപ്രാവശ്യത്തെ ഓണത്തിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. മനസ്സിലല്ലേ, ചിലരുടെയൊക്കെ ഒന്നാമത്തെ ഓണമാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നിനും ഒരു കുറവ് വരുത്താൻ പാടില്ല. അതെ, നമുക്ക് അടിച്ചു പൊളിക്കാം. പൂരാട, ഉത്തരാടം, തിരുവോണം, ആവട്ടം, ചതയം 5 ദിവസമാണ് നമ്മൾ ഓണം ആഘോഷിക്കാൻ പോകുന്നത്. 5 ദിവസമാണ്. 5 ദിവസം ചതയം വരെ വിവിധ തരത്തിലുള്ള സദ്യ കൊണ്ട്, സദ്യയുടെ തന്നെ വെറൈറ്റി പായസങ്ങൾ, അങ്ങനെ വെറൈറ്റി കറികൾ എല്ലാം കൊണ്ട് നമ്മൾ പൊളിക്കും. വേണ്ട ബില്ലൊക്കെ എഴുതിക്കോട്ടോ, എല്ലാം എഴുതിക്കോ. ഒന്നും മിസ് ചെയ്യണ്ട. കാശ് ചെലവാക്കാൻ തീരുമാനിച്ചു. കാശ് ഞാൻ ചെലവാക്കാൻ തീരുമാനിച്ചു. കടം എടുത്താലും ശരി തന്നെ ഇത്തവണ ഓണം. എടാ, എല്ലാ ചെലവും ഞാൻ എടുക്കാന്ന് പറഞ്ഞതാ. പക്ഷെ ക്ലീറ്റോ സമ്മതിക്കണ്ടേ? അവനറിയാം, അവന് ബുദ്ധിയുണ്ട്. അവൻ ചെയ്യാൻ തോന്നുന്നു ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കും പറഞ്ഞത്. അല്ല, അവന്റെ പൈസ ഇല്ലല്ലോ. അല്ല, ഈ പ്രാവശ്യത്തെ ചെലവ് ഫുള്ള് ക്ലീറ്റോ ചേട്ടൻ എടുക്കാന്നാ പറഞ്ഞേക്കുന്നത്. അത് തന്നെ മഴ വരുന്നത്. അല്ലടാ, അല്ല, അവ എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ നിർബന്ധിച്ചാ സമ്മതിക്കണ്ടേ? എല്ലാ ചെലവും അവന്റെ വകയാന്നാ പറഞ്ഞു. എന്താ വേണ്ടിച്ചാ പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞു. സീരിയസ് ആയിട്ട് ക്ലീറ്റോ ചേട്ടൻ നല്ല ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രാവശ്യത്തെ ചെലവ് ഫുള്ള് ക്ലീറ്റോ ചേട്ടൻ്റെയാണ്. അപ്പൊ ഞാൻ അവിടെ ഉണ്ട്. വേണ്ട, അമ്മാവനോട് അവിടെ ഉണ്ട്. വേണ്ട, അവ ഏറ്റു. ഇനിയിപ്പോൾ അതിനെന്തേലും പറഞ്ഞാൽ അറിയാലോ, അവന്റെ മൂക്കത്താ ചുണ്ടി. ഇനി ഈ ഒരു നല്ല സമയത്ത് കലകണ്ടാക്കണ്ട, അവൻ ഏറ്റോട്ടെ. അല്ല, സന്തോഷമേ ഉള്ളൂ. കാരണം എപ്പോഴെങ്കിലും ഒക്കെ ഏതെങ്കിലും കാര്യത്തിൽ അവൻ ഇടപെടുന്ന എൻ്റെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നടക്കാതെ നല്ല കുഴപ്പം. അവനോട് ഞാൻ പറഞ്ഞു, കനകനോട് ചോദിച്ചിട്ട് അവന്റെ സൗകര്യം അനുസരിച്ചിട്ട് നമുക്ക് പർച്ചേസിങ്ങിന് പോകാന്ന്. അപ്പൊ എപ്പോഴാ പോകണ്ട്? നാളെ പോകാൻ പറ്റൂല. ഇന്ന് പോയാലോ നമുക്ക്? അമ്മായി ഉത്രാടത്തിന് തന്നെ വരുള്ളൂ. നമുക്കിവിടെ അതിന് മുമ്പ് തുടങ്ങണ്ടേ? കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ എടുക്കണം. നമുക്ക് ഇന്ന് പോയാലോ? വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോൾ പോയാലോ? ഇന്ന് പോലെ. പക്ഷെ 4 മണിയാക്കണ്ട. 4 മണിയൊക്കെ ആക്കിയാൽ രാത്രി 9 മണിയൊക്കെ ആവും തിരിച്ചു വരാൻ. ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ ഡ്യൂട്ടിക്ക് എത്തിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ. അവിടെ നിങ്ങൾ പോലീസുകാരൊക്കെ നൈറ്റ് ഡ്യൂട്ടി പറഞ്ഞാൽ കടന്നുറങ്ങി ശമ്പളം പഴയ പോലെ ഒന്നുമല്ല, വയസ്സായി തുടങ്ങിയോണ്ട് ഉറക്കം നിൽക്കാനൊക്കെ ഭയങ്കര പാടാണ്. ആരടി വയസ്സായത്? നിന്റെ ഓടപ്പുറത്ത് അപ്പുറത്ത് അവനാണ് വയസ്സായത്. പിന്നെ വയസ്സായ വേറെ ആളെ ചേട്ടൻ എവിടെയെങ്കിലും പോണെന്ന് പറഞ്ഞല്ലേ, വെളുപ്പാൻ കാലത്തെ റെഡിയാണ്. ഇപ്പൊ അതുകൊണ്ടല്ലേ ഞാൻ ഇന്നലെ ഉറങ്ങിയില്ലെന്ന്. അല്ല, എനിക്ക് ആരോഗ്യത്തിന് കുറവുണ്ടായിട്ടല്ലോ, പ്രായമായോണ്ടൊന്നല്ല. അപ്പൊ നീ കടന്നുറങ്ങിക്കോ. ഞാൻ ഒത്തിരി കിടന്ന് ഉറങ്ങാം. 3:30 മണിക്ക് നീക്കണം നീ. ഒരു 3:30, 3:45, 3:50 വിളിച്ചാൽ മതി. 10 മിനിറ്റ് എനിക്ക് റെഡിയാവാൻ. കേട്ടാ? മാറിയല്ലോ. കനക, ഒരു പ്രത്യേക കാര്യം പറയാം. ഇപ്രാവശ്യത്തെ ഓണത്തിന് മദ്യമില്ല. മദ്യം എന്ന് പറയുന്ന പരിപാടി ഇല്ല. കാരണം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓണം ആഘോഷിക്കണം. ഇപ്രാവശ്യം ഒരു മാറ്റം വേണമെന്ന്. വേണ്ട, മദ്യം എന്ന് പറയുന്ന പരിപാടി വേണ്ട. അവരും പറഞ്ഞു ശരിയാടാ, സ്ത്രീകൾക്കും ഇതിലൊക്കെ എൻജോയ് ചെയ്യണ്ടേ. നമ്മൾ വന്നിട്ട് കൊളാക്കിയിട്ട് കാര്യമുണ്ടോ? എല്ലാ വർഷവും ഇത് തന്നെയാ പരിപാടി. ഞങ്ങൾക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇപ്രാവശ്യം ഉറപ്പിച്ചു മദ്യമില്ല. ഇങ്ങനെ ഒരാളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അതല്ലടാ, അനുഭവത്തിൽ നിന്നല്ലേ ഓരോന്ന് പഠിക്കണേ. അല്ല, കഴിഞ്ഞ ഓണത്തിന് ഇങ്ങനെ അല്ലായിരുന്നല്ലോ. കഴിഞ്ഞ ഓണം പോലെ അല്ലല്ലോ ഇപ്രാവശ്യത്തെ ഓണം. ഇപ്രാവശ്യം വേറെ ഓണത്തിന് മാറ്റമൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം എന്തായാലും അങ്ങനെ മതി അല്ലേ? അങ്ങനെ മതി. സ്ത്രീപക്ഷ ഓണം. ഓക്കെ. നല്ല ബുദ്ധി തോന്നി. അയ്യോ തരകൻ സാറേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. സാറിന് വിശ്വാസക്കുറവ് സാറ് തരൂലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഇത്തിരി അത്യാവശ്യമുണ്ടേ. ഓണം വരണം സാറേ. എല്ലാവർക്കും തുണിയെടുക്കലും കാര്യങ്ങളൊക്കെ എൻ്റെ കണക്കായിട്ടാണ് എല്ലാ പ്രാവശ്യവും. അപ്പം പിന്നെ ഞങ്ങൾ കൂട്ടുകുടുംബമാണല്ലോ. വരണ്ടേ? കൊടുത്തു വിടുമോ സാർ? ഇന്ന് തന്നെ കൊടുത്തു വിടണേ സാർ. കാര്യം ഞാൻ സാഹചര്യം അതാണ്. ശരി ശരി സാർ, ശരി ശരി സാർ. ഇല്ല, തരകൻ സാർ മറ്റേ കമ്മീഷൻ തരാനുള്ളതേ
ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പം വീട്ടിൽ കാശൊന്നും ഇരിപ്പില്ല. അപ്പോൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് ബാങ്ക് ഇതെന്തോ ചെറിയ പ്രശ്നത്തിലാണ്, അക്കൗണ്ട് കൊടുത്തു വിടും. ദൈവത്തിനറിയാൻ കിട്ടുമോ? തരകൻ സാർ അത്ര കാര്യമൊന്നുമില്ല. സാറ് പറഞ്ഞവൻ എന്തോ തിരക്ക്, സാറ് കുറേ തിരക്കിലാണെന്ന്. അവനാണെങ്കിൽ നാളെ മുതൽ തിരക്കാണ്. ഇന്ന് വൈകുന്നേരം അതുകൊണ്ട് എല്ലാവരും പോയി ഉടുപ്പെടുക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാട് കയറി ചിന്തിക്കണ്ട. നമുക്ക് അവകാശപ്പെട്ട കമ്മീഷൻ സാർ ഇവിടെ കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് അത് സാറ് തരും. ക്ലീറ്റോന്റെ മുഖത്ത് ഒരു ഉറപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് സാർ ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ടല്ലേ. സാറുണ്ടെങ്കിൽ എനിക്ക് പോയി സാറിൻ്റെ മേശ തുറന്നാണെന്ന് പൈസ എടുത്തുകൊണ്ടിരാൻ അത്രയും ഇതുള്ളതല്ലേ. കൊടുത്തുവിടാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു പ്രശ്നമില്ല, കൊടുത്തുവിടും. ഏട്ടാ എഴുന്നേറ്റില്ല ഇതുവരെ? എത്ര നേരത്തിന് മുമ്പേ വിളിച്ചിട്ട് പോയതാണ്. എഴുന്നേക്ക്, എല്ലാരും റെഡിയായി. എവിടെ പോണു? കൊള്ളാം. ഇതാരിത്? ഭയങ്കര സുന്ദരിയായിട്ടിരിക്കണല്ലോ. അയ്യോ, ഈ സാരി എടുത്ത് തന്നെ ഇപ്പോഴാണ് ഏട്ടൻ. അഴിച്ചിട്ട പൂങ്കുല പോലുള്ള മുടി ഇങ്ങനെ വിടർത്തിയിട്ട് കൊണ്ട് അവൾ അരികിൽ വന്നിരുന്നു. സൂപ്പർ. അതൊക്കെ പിന്നെ പറയാം. റെഡിയാവ്. എവിടെ പോണത്? കല്യാണത്തിൽ പോണ? ആ, കല്യാണം. ഈ പലചരക്ക് ദാനവും എല്ലാവരുടെ എടുത്തിട്ട് തലയെ കടിച്ചേരും ചാക്കിട്ടായിട്ട്. അന്നേരം പിന്നെ ഈ സൗന്ദര്യം ഒലിച്ചു എന്ന് പറഞ്ഞുള്ളത്. ചാക്ക് കിട്ടൊക്കെ ചുമക്കാനാ നിങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോണത്. അളിയനെ എനിക്ക് ഒരു പോലീസുകാരൻ ചാക്കിട്ട് ചുമന്നു നടന്ന ആള്. അതെ, ഞാനും ചേച്ചിയൊക്കെ ഷോപ്പിംഗ് ആസ്വദിക്കാൻ വേണ്ടി വരികയെ. എഴുന്നേക്കണില്ലേ ഏട്ടൻ? എഴുന്നേറ്റ്. റെഡിയാണ് ഏട്ടാ. അതെ, ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കാണ്. നീ വരാത്തോണ്ടേ ഇപ്പൊ പിള്ളേരൊക്കെ വിഷമിച്ചിരിക്കുക. അമ്മായും കൂടി ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ മേടിക്കായിരുന്നു എന്നും പറഞ്ഞിട്ട്. എന്നാ അവിടുത്തെ കാര്യം നടക്കട്ടെ, ഞങ്ങളിപ്പോൾ ഇറങ്ങും. ഇത്രയും നേരമൊക്കെ ആയില്ല, ഇനി കള്ളം പറയാൻ പാടുണ്ടോ? എന്തേ ഇവിടെ ആര് പറഞ്ഞമ്മയുടെ? നീ പറഞ്ഞാടി? ഞാൻ പറഞ്ഞാ? തങ്കൊല്ലിയൊക്കെ പറഞ്ഞു അമ്മായി വരാത്തന്റെ ഞാൻ പറഞ്ഞായിരുന്നു അമ്മായും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസം. നീ ആരോ വശോടി? നീ പോയി റെഡി അവിടെ വേഗം. എനിക്കൊരു 5 മിനിറ്റ് പോയതേ. ഇതുപോലെ ഒരുങ്ങി കെട്ടി വരാൻ സമയമൊന്നും വേണ്ട. നീ എത്ര സമയം, എത്ര മണിക്കൂർ എടുത്തിട്ട്? ഞാൻ അധികം സമയമൊന്നും എടുത്തില്ല. റെഡിയാവും. അവനെ വിളിച്ചിട്ട് വേഗാണ്ട് വാ. നിന്റെ ഒക്കെ റെഡി ആയിരുന്നോട്ടെ. ശരി. ഇതാറിയിട്ട് തന്നേ. സൂപ്പർ ആയിട്ടുണ്ട്. പോവാം നമുക്ക്. ഞാനിത് ഉടുക്കണോ? എന്തായി, വല്ലതും നടക്കൂ? തരകൻ സാർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എനിക്കറിയായിരുന്നു നടക്കൂലെന്ന്. തങ്കം, സത്യമായിട്ടും പൈസ വരാനുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ ക്ലീറ്റോ, ഞാൻ എത്ര വർഷമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. പൈസ വരാനുണ്ടായിരുന്നു. വരാനില്ലാന്ന് ക്ലീറ്റോനും കിട്ടൂലെന്ന് എനിക്കും അറിയാം. പിന്നെ എന്തിനാണിത് പറയണത്? കുഴപ്പമില്ല, പോവണ്ട. അവിടെ ചെന്ന് പറ ഞങ്ങൾ വരുന്നില്ല എന്ന് പറ. ആ പെണ്ണാണെങ്കിൽ 3 മണിയായപ്പോഴേ ഒരുങ്ങി നിൽക്കാനില്ലേ. അല്ല, അത് മാത്രല്ല, വൈകിട്ട് നമ്മൾ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വരണം. ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ? എന്താ റെഡിയാവാത്തേ? ഞങ്ങൾ വരുന്നില്ല, നിങ്ങൾ പൊക്കോ. അങ്ങനെയല്ലല്ലോ നമ്മൾ പറഞ്ഞിരുന്നത്. അങ്ങനെയാണോ നമ്മൾ പറഞ്ഞിരുന്നത്? ക്ലീറ്റോന് വരാനുള്ള പൈസ വന്നില്ലടാ. നിങ്ങൾ പൊയ്ക്കോ. കാര്യം തരകൻ സാറ് പൈസ വരാനുള്ള ആളിപ്പോൾ വിളിച്ചിട്ട് ഫോണ് സ്വിച്ച് ഓഫ്. അത് വരാനുള്ളത് വഴി തന്നെ കിടക്കണല്ലേ? നിന്റെ എന്തെങ്കിലും നേരെ വരാറില്ലല്ലോ അളിയാ. നിനക്ക് എന്നും വഴി കിടക്കുകയല്ലേ ഉള്ളു. നീ ഇപ്പം അതൊന്നും കാര്യമാക്കണ്ട. ചേച്ചിപ്പാ, പൈസ ആരും നോക്കണ്ടല്ലയാ? വേണ്ട, നിങ്ങൾ ചിലവാക്കിയിട്ട് വെച്ച് കണക്ക് പറയാനല്ലേ. അവളെയും കൂട്ടി പൊയ്ക്കോ. നീ എന്തോടെ കാണിക്കുന്നത്? ആ പഴയ സ്വഭാവം. ഒരു നല്ല കാര്യത്തിന് എല്ലാവരോടും ഒരുമിച്ച് പോകാന്ന് വെച്ചാൽ നടക്കൂലേ അത്? ഇല്ല, നിങ്ങൾ തങ്കത്തിനെ കൂട്ടി പോയിക്കോ. ഞാൻ പറ്റില്ല ഉള്ളതല്ലേ. നീ വരുന്നില്ലേ? നീ മുഖത്തൊക്കെ പറഞ്ഞേ, നീ വരുന്നില്ലേ? ഇല്ല. ഉറപ്പിച്ചാ നീ? അളിയ, ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നിന്റെ പൈസ ഒന്നും വേണ്ട. പൈസ എന്തിന്? നമ്മളെ ഉണ്ടല്ലോ പൈസ, നമ്മൾ ചിലവായിക്കോളാം. നീ ഇറങ്ങി വാ. നീ വന്നാൽ മതി കൂടെ ആളായിട്ട്. ഒന്ന് നാണം കിടാൻ ഞാൻ ഇല്ലടേ.
ഒരു 10 മിനിറ്റ് ഞാൻ നോക്കും നീ വരുന്നോ ഇല്ലെന്ന്. ഇല്ലെങ്കിൽ ഇവിടെ ഓണം വേണ്ട ഒരു പുല്ലും വേണ്ട. അമ്മയാണ് ഞാൻ കുടിക്കും. 10 മിനിറ്റ് നോക്കും. നീ മരണ എടാ, അവൻ മരുന്നില്ലെന്ന്. മരുന്നില്ലെന്നാ ആ എനിക്കറിഞ്ഞു. നീ എന്താ കാര്യം? മരണ ഇതെന്ത് പണിയാണ്? റെഡി ആയില്ലേ ചേച്ചി? അതെ റെഡിയാവാത്തെ? ഓക്കെ, കനക പറഞ്ഞ പോലെ തന്നെ ഏട്ടാ, 10 മിനിറ്റ് ഞാൻ കേൾക്കും. അത് കഴിഞ്ഞാൽ ഞാനും അവളും കൂടിയിട്ട് ഞങ്ങൾ അവിടെ ഓണാഘോഷിക്കും. നിങ്ങൾ എന്താ എന്താ ചേച്ചി? എന്താ ഞങ്ങൾ വരുന്നില്ലടി. കാര്യം എന്താ? കാര്യം എന്താ? ക്ലീറ്റോൻ്റെ കയ്യിൽ പൈസ കിട്ടിയില്ല. ക്ലീറ്റോ വലിയ കാര്യത്തിന് എല്ലാവരോടും പറഞ്ഞല്ലേ, എല്ലാവർക്കും ഉടുപ്പെടുത്ത് കൊടുത്തേക്കാം, ക്ലീറ്റോൻ്റെ ചിലവ് ഓണാഘോഷിക്കണമെന്ന്. അന്നേരം മുതൽ ഞാൻ പറയണതാ. പൈസ ഇല്ലെങ്കിൽ വേണ്ട, അത് ഏട്ടനെടുത്തോളും. നിങ്ങൾ റെഡി ആയിട്ട് വാ. വെറുതെ ആശിപ്പിച്ചിട്ട് ഒന്ന് എഴുന്നേറ്റ് ക്ലീറ്റോ ചേട്ടാ. നീ അവിടെ ഇനി എന്താന്ന് നോക്കട്ടെ. പെട്ടെന്ന് റെഡി ചേച്ചി സാരി എടുത്ത് കൊടുക്ക്. താമസിക്കല്ലേ? കളിയാക്കലും കുത്തുവാക്കൊക്കെ ക്ലീറ്റോയ്ക്ക് പുത്തരിയല്ല. വരാം. ഇനി ഞാൻ കാരണം ഇവിടെ ആരും ഓണം ആഘോഷിക്കാതെയും ഓണം മുടങ്ങുകയും ചെയ്യണ്ട. ഞാനിവരെ പിറകെ നടന്ന് സാധനമൊക്കെ തൂക്കി ഞാൻ വന്നോളാം. എന്തിനാ? പിടിച്ചോ. അതൊന്നും വേണ്ട. പിടിച്ചോ, അത് ഞാൻ കുടുംബശ്രീന്ന് എടുത്ത് വെച്ചതാ. വേണ്ട അത് നീ വെച്ചോ. ക്ലീറ്റ കുഴപ്പമില്ല, വാ നമുക്ക് പോവാം. വാ. എൻ്റെ അടി നമ്മളീ പറഞ്ഞില്ലേ, എപ്പോഴായാലും ഇതൊക്കെ പറഞ്ഞാൽ അവർ പിന്നെ എന്നെ കളിയാക്കും, മോശക്കാരനാകും. ഇങ്ങോട്ട് നോക്കിക്ക്. വാ, ഒരുങ്ങി ഞാൻ ഷർട്ട് എടുത്ത് തരാം. ക്ലീറ്റോ, നമ്മളായിട്ട് എല്ലാവരുടെ സന്തോഷം കളയണ്ട. വാ. എൻ്റെ പൈസന്ന് പറഞ്ഞാൽ ക്ലീറ്റോൻ്റെ പൈസ ഇല്ല. ഞാനും അത്ര തന്നെ വിചാരിച്ചുള്ളൂ. ഞാൻ കാരണം ആരും വിഷമിക്കണ്ട. വാ. അവൻ വരൂല. അവൻ വരാനില്ല, അവളെ വരാൻ സമ്മതിക്കില്ല. ഏട്ടൻ ക്ലീറ്റോ ചേട്ടനെ അത്രയ്ക്കും പരിഹസിച്ചിട്ടുണ്ടാവും കാശിന്റെ കാര്യം പറഞ്ഞു. ഞാനിത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് കാര്യമാക്കേണ്ട കാര്യമുണ്ട്. തമാശ പറഞ്ഞല്ലേ ഇതൊക്കെ. ഏട്ടൻ പറയണല്ലേ ഏട്ടന് തമാശയാണ്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നുണ്ടോ? അതെ, ഇത് നടക്കണ കാര്യമില്ല. ഞാൻ ഗിരിജ വിളിച്ച് പറയാൻ പോവാ, നീ ഇങ്ങോട്ടൊന്നും വരണ്ട, ഇവിടെ ഓണം ഇല്ലൊരു കുന്തമില്ലെന്ന്. അതെന്തോ ഇതെന്തോ ഡ്രാക്കുലെ പോലെ വെച്ചേക്കണ. ഇതിനി എങ്ങനെ വെച്ചാൽ എന്താ അന്ന് പോണില്ലല്ലോ. പിന്നെ എന്തേ നീ മാത്രമുള്ള അവല്ലേ? അവല്ലും ആരും പോണില്ല. ക്ലീറ്റോ, റെഡിയായ? ക്ലീറ്റോ വന്നേ. എത്ര നേരമായി നോക്കി. എനിക്കറിയാവോ വരുന്നു. വാടാ. ഞാൻ പറഞ്ഞില്ല അളിയും വരുന്നു. വാ. വാടാ, ഓടി വാടാ, സമയം കളയല്ലേ. അതൊന്നും കുഴപ്പമില്ലടാ, രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെയാ, നടക്കാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. അതിലൊന്നും ഒരു പ്രശ്നമില്ല. വാതിലടക്കട്ടെ. ഞാനിപ്പോ വണ്ടി വിളിക്കാം. നീ ഇങ്ങോട്ട് വാ. എന്തെങ്ങനെ നാണിച്ചേക്കണ്? ഇതിപ്പോ ആദ്യമായിട്ടൊന്നല്ലല്ലോ. കാശൊക്കെ ഞങ്ങൾ എടുത്തോളാം. വാ വാ. ഒരുമിച്ചിറങ്ങാം ക്ലീറ്റോ, നിക്ക്. അത് എന്നിട്ട് വലിയ കുഴപ്പമില്ലാതെ പിടിച്ചോ. സോറി ക്ലീറ്റോ ചേട്ടാ, തരംഗ സാറ് വിളിച്ചായിരുന്നു, കുറെ തെറി പറഞ്ഞു. ഞാൻ 1-2 ആശുപത്രി തിരക്കുണ്ടായിരുന്നു. വരാൻ വഴിക്ക് വണ്ടി പഞ്ചറായി, അതാണ് ഇത്ര നേരം വൈകിയത്. എന്നാലും എൻ്റെ വൈശാഖേ, നീ നല്ല ആള് തന്നെ. ഞാനേ കുറേ നേരം. ശരി എന്നാ, ഓക്കെ, താങ്ക്സ് കേട്ടോ. തരക സാറിനെ ഞാൻ അന്വേഷിച്ചു പറഞ്ഞാൽ ഞാൻ വിളിച്ചോളാം കേട്ടാ. എടേ, അപ്പൊ ശരിക്കും പൈസ ഉണ്ടായിരുന്നല്ലേ? ഇനിയിപ്പോ തുണിയെടുക്കാൻ പോയാലോ? അല്ലെങ്കിലും പോവാലോ. വണ്ടി വണ്ടി വിളിക്കും. അല്ല, ഇപ്പൊ കുറച്ചുകൂടി ധൈര്യമായിട്ട് പോവാം. അതിന് പിന്നെ ഞാൻ ഈ ക്യാഷ് എൻ്റെ ക്യാഷ്യർ ഏൽപ്പിക്കട്ടെ. ക്യാഷ്യർ,
നമുക്ക് ഒരു ടാക്സി വിളിച്ചു പോവാം. ഒരു വണ്ടി മേടിച്ചങ്ങ് പോയാലോ?